പ്രൈസ് ദി ലോർഡ്. നമുക്ക് യോഹന്നാനു സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. യേശു കർത്താവ് വാമൊഴിയായി പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. എന്നിൽ ഇരുട്ട് ഒട്ടുമില്ല, ഞാൻ പ്രകാശമാണ് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു പറയുകയാണ്, ഞാൻ ജീവന്റെ ഉറവയാണ്. ഈ ഉറവയിൽ നിന്ന് നിങ്ങൾ കുടിക്കണം. ഈ ഉറവയിൽ നിന്ന് നിങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. എന്നിൽ നിന്ന് സന്തോഷത്തിന്റെ ഉറവുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യേശു പറയുകയാണ്. ജീവൻ എന്നിലെ ദൈവത്തിലാണ് നാം ജീവിക്കുന്നത്. അവനിൽ നിന്ന് നമ്മൾ വലിച്ചു കുടിക്കണം. അവനിൽ നിന്ന് സമാധാനത്തിന് നദി ഒഴുകുന്നു, അവനിൽ നിന്ന് ജീവന്റെ നദി ഒഴുകുന്നു. ആത്മീയ ജീവിതത്തിന്റെ ഉറവയാണ് ഞാനെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. ബലവും സമാധാനവും, നമുക്ക് ബലം വേണോ, നമുക്ക് സമാധാനം വേണോ, നമുക്ക് ശക്തി വേണോ, അതെല്ലാം ദൈവത്തിൽ നിന്നാണ്. ആത്മീയതയിൽ എല്ലാം ദൈവത്തിൽ നിന്നാണ് നമുക്ക് പ്രാപിക്കുന്നത് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. ബലമില്ലാത്തവന് അവൻ ബലം കൊടുക്കും, ശക്തി ഇല്ലാത്തവന് അവൻ ശക്തി കൊടുക്കും, ജ്ഞാനമില്ലാത്തവന് അവൻ ജ്ഞാനം കൊടുക്കും. ദൈവമക്കളെ, ദാവീദിന്റെ ജീവിതയാത്രയിൽ ദാവീദിനെ സ്വന്തം അപ്പനും അമ്മയും ദാവീദിനെ മറന്നുപോയി. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ശമൂവേൽ പ്രവാചകൻ വന്ന് മക്കളെ എല്ലാവരെയും വിളിക്കുവാൻ പറഞ്ഞപ്പോൾ ദാവീദിനെ സ്വന്തം അപ്പനും അമ്മയും മറന്നുപോയി. വിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, വനാന്തരത്തിലിരുന്ന് ദൈവത്തോട് യാചിക്കുന്ന ആ ഭക്തനെ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ മനുഷ്യപുത്രന്മാരെല്ലാം നോക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ വനാന്തരത്തിലിരുന്ന് ദാവീദ് ദൈവത്തെ ആരാധിക്കുന്നു. അവനെ ദൈവം പൊക്കിയെടുത്തു. അവന്റെ പുറമേയുള്ള സൗന്ദര്യമല്ല ദൈവം നോക്കിയത്, അവന്റെ ഹൃദയത്തിൽ അവൻ ദൈവത്തോട് എത്ര അടുത്തിരിക്കുന്നു എന്നാണ് ദൈവം നോക്കിയത്. നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ ദൈവത്തോട് നാം എത്ര അടുത്തിരിക്കുന്നു എന്നാണ്, നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. നമ്മെ പുറമേയുള്ള മനുഷ്യനെ അല്ല ദൈവം നോക്കുന്നതെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുകയാണ്, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം വേണോ? നമ്മൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, അവന്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അവരെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. നമ്മൾ ദൈവത്തിലേക്ക് നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. മോശ ഈ പിതാവായ ദൈവത്തോടു കൂടെ വാസം ചെയ്തിട്ട് താഴെ ഇറങ്ങി വന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ മുഖത്ത് നോക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ തൊക്കുകള്, അവന്റെ മുഖം മുഴുവനും പ്രകാശഭരിതമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുകയാണ്. നാം ദൈവത്തോടുകൂടി വാസം ചെയ്യുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? പ്രകാശം ഉണ്ടാകും. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രകാശം നമുക്ക് തരണം, അയച്ചു തരണമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അവ എന്നെ നിത്യം നടത്തുമാറാകട്ടെ, ദൈവം എന്നെ വഴികാട്ടട്ടെ, ദൈവം എന്നെ നടത്തട്ടെ എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വപർവ്വതത്തിലേക്ക്, തിരുവാസിലേക്ക് തന്നെ അവ എന്നെ എത്തിക്കുമാറാകട്ടെ. എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നെന്ന് സംഗീതക്കാരൻ നൃത്തം ചെയ്യുന്നവർ ഒരുപോലെ പറയും. നമ്മുടെ ഉറവുകള്, നമ്മുടെ ജീവന്റെ ഉറവുകള് അത് യേശുവിലാണ്, അത് ദൈവത്തിൽ നിന്നാണ്. അവനല്ലാണ് നിത്യമായ ഉറവ എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ഇസ്രായേൽ മക്കളെ നോക്കി യെരമ്യാവ് പറയുകയാണ്, എന്റെ ജനം, ഈ ഇസ്രായേൽ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. അവൻ ജീവജലത്തിന്റെ ഉറവയായ പിതാവായ ദൈവത്തെ ഉപേക്ഷിച്ചു. ജീവൻ കൊടുക്കുന്ന ജീവജലത്തിന്റെ ഉറവയായ പിതാവാം ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണർ
തലമുറകളെ തന്നെ അവർ കുടിച്ചിരിക്കുന്നു. അവര് ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ അവർ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ അവർ ഉപേക്ഷിച്ച് ബാൽ വിഗ്രഹങ്ങളുടെ പുറകെ പോയി ബിംബാരാധനയ്ക്ക് പുറകെ അവർ യാത്ര ചെയ്തപ്പോൾ ദൈവം അവരെ പ്രവാസത്തിലേക്ക് തള്ളിവിടുകയാണ്. യിരെമ്യാവ് ഹല്ലേലൂയ 30 വർഷത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ദൈവത്തിന്റെ വചനം ഘോഷിക്കുകയും മടങ്ങിവാ എന്ന് 30 വർഷത്തോളം യിരെമ്യാവ് പ്രസംഗിച്ചു. പക്ഷേ ദൈവത്തിന്റെ ജനം അത് കേട്ടില്ല. അതുകൊണ്ട് അവർ പ്രവാസത്തിലേക്ക് പോയി എന്ന ദൈവത്തിന്റെ വചനത്തെ നമ്മൾ പഠിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധി വിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇരുട്ടിലേക്കാണ്. അവന്റെ സന്നിധിയിൽ മാത്രമാണ് നിത്യമായ പ്രകാശമുള്ളത്. അവനിൽ നിന്ന് നമ്മൾ അകന്നകന്ന് പോകുന്തോറും അവിടെ ഇരുട്ടാണ്, അവിടെ പ്രകാശം ഒട്ടുമില്ല. അവനിൽ നിന്നാണ് പ്രകാശം ഉത്ഭവിക്കുന്നത്. യേശുവിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്തോറും നമ്മുടെ പ്രകാശം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൽ പറയുന്നത്. യഹോവ എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. അല്ലല്ലോ, കൂരിരുട്ട് ജാതികളെ മൂടും. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും. ജാതികളെ മൂടുന്നത് കൂരിരുട്ടാണ്. അവരൊക്കെ പ്രകാശം ഒട്ടുമില്ല. നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു. ദൈവം നിന്റെ മേൽ ഉദിക്കും. ദൈവം നമ്മുടെ മേൽ ഉദിക്കുമ്പോൾ നമുക്ക് നിത്യമായ പ്രകാശമാണ്. അവനില്ല ഇരുട്ട് ഒട്ടുമില്ല. ദൈവത്തിൽ എന്തില്ല? ഇരുട്ട് ഒട്ടുമില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ വീണ്ടും പറയുന്നത്, ഇനി പകൽ നേരത്ത് നിനക്ക് വെളിച്ചം സൂര്യനല്ല, നിന്റെ നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ നിത്യ തേജസ്സുമാകുന്നു. ദൈവമക്കളുടെ ജീവിതയാത്രയിൽ നമുക്ക് പ്രകാശം തരുന്നത് സൂര്യനല്ല, എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, നമുക്ക് പ്രകാശം തരുന്നത് ദൈവമാണ്. നമുക്ക് പ്രകാശം തരുന്നത് ദൈവമാണ്. നമുക്ക് പ്രകാശം തരും. രാത്രിയിൽ നമുക്ക് നിലാവ് തരുന്നത് ചന്ദ്രനല്ല, അത് ദൈവമാണ്. ദൈവമാണ് നിന്റെ നിത്യപ്രകാശം. അവരാണ് നമ്മുടെ ജീവന്റെ ഉറവ. ആ ഉറവയിൽ നിന്ന് നമ്മൾ കുടിക്കണം. അവനിൽ കുടിക്കണമെങ്കിൽ, അവരോട് നമ്മൾ പറ്റിയിരിക്കണമെങ്കിൽ നമ്മൾ അവന്റെ വചനത്തെ നിത്യം ഭക്ഷിക്കണം. അവരോട് നമ്മൾ ചേർന്ന് അവന്റെ ആജ്ഞയ്ക്കനുസരിച്ച് നമ്മൾ ആടുകളും അവൻ ഇടയനുമാണ്. ഇടയന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഇടയന്റെ സന്തോഷത്തിനനുസരിച്ച് മാത്രമേ ആടുകൾക്ക് നീങ്ങുവാൻ കഴിയുകയുള്ളൂ. ആടുകള് ഇടയന്റെ ആജ്ഞകൾക്ക് എതിരായി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇരുട്ടിലേക്കാണ് പോകുന്നത്, നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് യഹോവയായ ദൈവം യേശു ക്രിസ്തു നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ യേശുവിനെ വിട്ട്, ദൈവത്തെ വിട്ട്, വിശുദ്ധ വചനത്തിന്റെ മർമ്മങ്ങളെ വിട്ട്, വചനം വിട്ട് നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് നാശത്തിലാണ്. നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാകുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശങ്ങൾ പ്രകാശം കാണുന്നു. ദൈവത്തിന്റെ പക്കല് എന്തുണ്ട്? ജീവന്റെ ഉറവയുണ്ട്. അവനിൽ നിന്നാണ് ജീവൻ വരുന്നത്. നമുക്ക് ജീവൻ തന്നതും ജീവൻ എടുക്കുന്നതും ദൈവമാണ്. നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ടല്ലോ, നിന്റെ പ്രകാശങ്ങൾ പ്രകാശം കാണുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പക്കല് ജീവന്റെ ഉറവയുണ്ട്. അവന്റെ പ്രകാശത്തിലാണ് നമുക്ക് പ്രകാശം തരുന്നത്. ദൈവമക്കൾക്ക് പ്രകാശം തരുന്നത് സൂര്യനല്ല, ചന്ദ്രനല്ല, യഹോവയാണ്. യഹോവ നിനക്ക് പ്രകാശം തരുന്നത്. യഹോവ നിന്റെ നിത്യ തേജസ്സായിരിക്കും. ഹല്ലേലൂയ. അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. നമ്മുടെ മേല് ദൈവം നമ്മുടെ മേൽ ഉദിക്കണം. ദൈവം നമ്മോട് കൂടെ ഇരിക്കണം. നമ്മൾ ദൈവത്തോട് കൂടെ ഇരുന്ന് നമ്മൾ വാസം ചെയ്യണം. അത് വളരെ സന്തോഷകരമാണ്. അവൻ നമുക്ക് സന്തോഷം തരുന്നു, സമാധാനം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഹല്ലേലൂയ
അവങ്കിലേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവിടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തേക്ക് നോക്കി നമ്മുടെ മുഖം ലജ്ജിക്കാതെ ദൈവത്തോട്ട് നോക്കി, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവേ, ആമേൻ.